എന്താടി പാതിരാത്രിക്ക് മനുഷ്യനെ ഉറക്കുകയല്ലേ? എന്താടാ ഞാൻ വിളിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? എന്നാ പിന്നെ ഞാൻ കട്ട് ചെയ്തേക്കാം. നീ എന്തുവന്ന് വെച്ചാ പറ. അല്ല നീ ആരാ? കൊച്ചി രാജാവിന്റെ കൊച്ചുമോനോ അതോ നാട്ടുരാജാവോ? അത് ശരി, പാതിരാത്രി വിളിച്ച് നീ എന്റെ വായിന്ന് വല്ലതും കേൾക്കാനുള്ള തീരുമാനമാണല്ലേ? ഞാൻ കണ്ണും പൂട്ടി വല്ലതൊക്കെ വിളിച്ചു പറയുവേ, നീ കിടന്ന് മൂങ്ങും പിന്നെ. ആഹാ, അപ്പൊ നീ ഓരോന്ന് ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നാണോ? എടി ഞാനിപ്പോ എന്ത് ചെയ്തു? നീ എന്തിനാ എന്റെ അപ്പനെ വെല്ലുവിളിക്കാൻ പോയത്? ഒന്നല്ലെങ്കിലും ആ പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ? അല്ലെങ്കിൽ തന്നെ നിന്റെ വീട്ടുകാർക്കിട്ട് പന്ത് കെട്ടാനെന്നോയെ ഞാൻ എന്റെ അപ്പനെ വിട്ടു തരൂല. പന്ത് തട്ടുന്ന തട്ടിയാലല്ലേ നിനക്ക് പ്രശ്നമുള്ളൂ. മൂപ്പരെ നമുക്കങ്ങ് തട്ടിക്കളഞ്ഞാലോ? ഭാവിയിലെ നമ്മുടെ കല്യാണത്തിന് അങ്ങേരുടെ ഭാഗത്തുനിന്നുള്ള ഉടക്കും അങ്ങ് മാറി കിട്ടുമല്ലോ. എടാ നീ എന്റെ അപ്പനെ കൊല്ലുവോ? നിന്നെ ഓർത്ത് മാത്രമാ ഞാൻ അങ്ങനെ വെറുതെ വിടുന്നേ. എന്റെ അച്ഛന്റെ ഒപ്പം നിന്ന് ബിസിനസ് ചെയ്ത കാലം തൊട്ട് തുടങ്ങിയതാ നിന്റെ അപ്പന്റെ ചോറിച്ചില്. അതന്ന് ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ ബിസിനസ് ചെയ്തോണ്ടാവും. പക്ഷെ ബിസിനസ് മാറ്റി പിടിക്കുമ്പം എല്ലാം ശരിയാകുമെന്ന് എന്റെ അച്ഛനും അങ്ങ് കരുതി. പക്ഷെ നിന്റെ അച്ഛൻ മാറിയില്ല. പകരം ഒന്നിച്ചുണ്ടാക്കിയതൊക്കെ ഒറ്റയ്ക്ക് വാങ്ങി കൂട്ടിയിട്ട് എന്റെ അച്ഛനെ അങ്ങ് മാറ്റി. ബിസിനസ്സുകളിൽ നിന്നെല്ലാം അങ്ങ് ഒഴിവാക്കി. എന്റെ മുത്തച്ഛൻ എന്റെ അച്ഛനോട് പണ്ടേ പറഞ്ഞതാ നിന്റെ അപ്പൻ ചതിക്കുമെന്ന്. പക്ഷേ എന്റെ അച്ഛൻ അത് കേട്ടില്ല. ഓ, ആത്മാർത്ഥ സുഹൃത്തല്ലേ? പക്ഷേ ആ ആത്മാർത്ഥ സുഹൃത്തിന്റെ ചതിയിൽ നിന്നാ എന്റെ അച്ഛൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇനി എന്റെ അച്ഛന്റെ തലേ കയറാൻ അങ്ങേര് വന്നാൽ നിന്നെ പോലും ഞാൻ നോക്കുകയല്ല. ഇതിപ്പോ പണ്ടത്തെ ഹിന്ദി പടം പോലെ ആവുമല്ലോ. വില്ലന്റെ മകളെ നായകൻ പ്രേമിക്കുന്നു. പ്രേമിക്കല് മാത്രമേ ഉള്ളൂ? അതോ സിനിമയിലേക്ക് പോലെ ക്ലൈമാക്സിൽ നീ എന്നെ കെട്ടുവോ? വില്ലനെ കൊന്ന് നായികയെ നായകൻ സ്വന്തമാക്കുന്നതാണ് ക്ലൈമാക്സ് എങ്കിൽ ഞാൻ റെഡിയാണ്. നീ ഇങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നെങ്കിലേ പിന്നെ എന്തിനാ നീ എന്നെ പ്രേമിച്ചത്? പ്രതികാരം വീട്ടാനായിരുന്നു അല്ലേ? ഇങ്ങനെയാണെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. പോണ്ടെങ്കിൽ പോണ്ട. നിന്റെ അച്ഛനാണ് എന്നെ ജയിലിൽ കയറ്റിയത്. എനിക്ക് മയക്കുമരുന്നുമായി ബന്ധമുണ്ടെന്നും എനിക്കതിന്റെ കച്ചവടം ഉണ്ടെന്ന് തെളിവുണ്ടാക്കിയതും നിന്റെ പുന്നാര ചേട്ടനാ. അവരോട് രണ്ടുപേരോടുള്ള എന്റെ വൈരാഗ്യത്തിനും പ്രതികാരത്തിനും ഇനി എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പിന്നെ അതുമായിട്ട് നമ്മുടെ പ്രേമത്തെ കൂട്ടിക്കൊഴിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. കുടുംബം വേറെ, പ്രേമം വേറെ. നിനക്ക് നിന്റെ അച്ഛനെ പറയുന്ന വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ ബന്ധം തുടരണ്ട. വെച്ചിട്ട് കൂടി കൊരങ്ങേ. നീ എന്റെ കൈയുടെ ചാവുള്ളൂ കേട്ടോ. എന്നാ നീയും എന്റെ കൈയുടെ ചാവത്തുള്ളടി. കാണാടാ. കാണാം. വെച്ചിട്ട് പോടി. കുറച്ച് കൂടി പോയോ? കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവായിരുന്നു. ഒരു സോറി അങ്ങ് പറഞ്ഞാലും. ഞാനല്ലേ സോറി പറയേണ്ടത്? പറഞ്ഞേക്കാം. അപ്പോ മാപ്പ് പറയാനൊക്കെ അറിയാം. അവൻ ക്ഷമിക്കുമായിരിക്കും. എന്നാ ഞാനും പറഞ്ഞേക്കാം ഒരു സോറി.
പൊന്നി ആ വിഷ്ണുട്ടൻ താഴെയുണ്ടോ? ഇല്ല, കണ്ടില്ലല്ലോ. മുറിയിലില്ലേ? ഇല്ല. ഇനി എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചുണർത്തി പറഞ്ഞിട്ടേ പോവാറുള്ളൂ. മൊബൈലിൽ വിളിച്ചിട്ടോ സ്വിച്ച് ഓഫാ. എന്തായാലും സത്യാമ്മയോടൊന്ന് ചോദിക്കട്ടെ. അല്ല, ആരെങ്കിലും അത്യാവശ്യമായിട്ട് കാണാൻ പോയതായിരിക്കും. ചാർജ് തീർന്നാലും ഫോൺ സ്വിച്ച് ഓഫ് ആകുമല്ലോ. എന്തായാലും സത്യാമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്. സത്യാമ്മയോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിലോ? ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കും. ഹലോ ഏട്ടത്തിമ്മ ദേഷ്യത്തിലാണല്ലോ. ശാശരിത് എന്ത് ഭാവിച്ച? മേഡം പറഞ്ഞോളൂ. അനു, എനിക്കനു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു തരണം, എത്രയും പെട്ടെന്ന്. മേഡം പറഞ്ഞാൽ മതി, എന്തായാലും ചെയ്തു തരാം. ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോണം. ഒരാളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കണം. തീർച്ചയായും. ആരുടെ ഡീറ്റെയിൽസാ മേഡം? ഞാൻ മെസ്സേജ് ചെയ്യാം. പേര് രേഷ്മ. ശരി മേഡം. ശരി അനു, എത്രയും പെട്ടെന്ന് വേണം. അനുവിന്റെ മറുപടിക്കാൻ ഞാൻ കാത്തിരിക്കും. ഓക്കെ മേഡം.